Morning, sir. Yes, Kirtana, good morning. Arya, good morning. Good morning, sir. Okay, Sanila, good morning. Good morning, sir. Okay, Farsana, good morning. Yes, let us start. Okay, Arya, very good, very good, very good. Okay, wait. Okay. Yes, let us start. Good morning, sir. Okay, Alicia, good morning. Yes, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ടെൻസുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഏതാണ്ട് 11 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ 11 ടെൻസുകളുടെ പേരുകൾ ഞാൻ ഓടിച്ചു പറയുകയാണ്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെയായിരുന്നു ആ 5 ടെൻസിന്റെ പേര് വന്നത്. ഓക്കെ, സോറി, 11 ടെൻസിന്റെ പേരുകൾ വന്നു. ഓക്കെ. അതിലെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെയാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി ടെൻസുകളുടെ ബാലൻസ് അവശേഷിക്കുന്നത് ഒരു ടെൻസ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 12 ടെൻസ്. ഇംഗ്ലീഷിലായാലും 12 ടെൻസ് ഫോംസേ ഉള്ളൂ. യെസ്, അപ്പൊ ഇനി നമ്മൾ ആ ഒരു ടെൻസ് ഫോമിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി 12ാമത് വരുന്ന ടെൻസിന്റെ പേരാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇനി വരുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതാണ് ആ ടെൻസിന്റെ പേര്. അപ്പോ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വില്ല് അല്ലെങ്കിൽ ഷാൽ എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഹാവ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ബി എന്ന് ചേർക്കുന്നു, ബി, പിന്നെ വെർബ് അതിന്റെ കൂടെ എഴുതി. സബ്ജക്റ്റ് പ്ലസ് വില്ല് അല്ലെങ്കിൽ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് വില്ല് അല്ലെങ്കിൽ ഷാല്, ഹാവ്, ബി, വെർബ് എന്നിവിടെ ing. അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾസിലോട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ they will have been working. They will have been working. They will have been working. വേറെ സബ്ജക്റ്റ് പറയുന്നത് യു. സബ്ജക്റ്റ് വന്നു, അതിനുശേഷം will, you will have, പിന്നെ ബി, you will have been repeating the mistakes. You will have been repeating the mistake. Okay, Soumya, good morning. You will have. I will have been singing. Okay, Jessica. I will have been singing. Correct. I will have been singing. Okay. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഏതെങ്കിലും വാചകം പറയാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ ടെൻസ് ആണ് നമ്മൾ പറയുന്നത്. സബ്ജക്റ്റ് വേണം,
will അല്ലെങ്കിൽ shall വേണം. അത് കഴിഞ്ഞതിന് ശേഷം have, പിന്നെ be, പിന്നെ verb, പിന്നെ ing. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാട്ടോ. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്റ്റ് will അല്ലെങ്കിൽ shall, പിന്നെ have, പിന്നെ be, പിന്നെ verb, പിന്നെ ing. അപ്പൊ ജസ്റ്റ് പറയുന്നു they will have been making food. Okay. ശരിയാണ് ജസ്റ്റ്. They will have been making food. Yes. Subject will അല്ലെങ്കിൽ shall, have, be, verb, ing. They will have. ഫർസാന പറയുന്നു I will have been living with my in-laws. Yes. Okay. Salila പറയുന്നു they will have been playing football. Correct. They will have. Safira പറയുന്നു I will have been studying English. I will have been studying English. Yes. അപ്പൊ അത് മനസ്സിലായിട്ടാണ് വിശ്വസിക്കുന്നു. സബ്ജക്റ്റ് will അല്ലെങ്കിൽ shall, have, been. എന്ന് പറയുന്നു I will have been ചേർക്കാൻ പറ്റുമോ? I will have been seeing. Okay. I will have been seeing. പിന്നെ എന്താ വെച്ചാൽ പറയാൻ പറ്റും. Okay. Be. I will have been ആണ്. B-E-N. കേട്ടാ. ഇത് പേരാണ്. ഇത് പേരാണ് ശ്രദ്ധ വേണ്ടതാണ് ബി. ഓക്കെ. ഞാൻ പറയുന്നത് ബീൻ ആണ്. B-E-N. ബി. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിന്റെ സ്ട്രക്ചർ ആണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിന്റെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ച് ചിന്തിക്കാം. നെഗറ്റീവ് വാചകം എന്ന് പറയുമ്പോൾ ഇതിന്റെ കൂടെ ഒരു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അതെന്തായി? നെഗറ്റീവായി. നോട്ട് ചേർത്താൽ മതി. അപ്പൊ നമുക്ക് എവിടെയാണ് ആ നോട്ട് ചേർക്കേണ്ടത്? ആ നോട്ട് ചേർക്കേണ്ടത് വില്ലിന്റെയും ഹാവിന്റെയും ഇടയിൽ, നടുക്ക് ചേർക്കുക. വില്ലിനും ഹാവിനും ഇടയിൽ ചേർക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരു നെഗറ്റീവ് സെന്റൻസ് they will not have been coming. They will not have been coming. They will not have been teaching. She will not have been repeating the mistakes. We will not have been doing the work. Okay, just ശരിയാണ്. ഓക്കെ. അതെങ്കിലും എഴുതാം. ഒരു നോട്ട് കൂടി ചേർത്താൽ മതി. നോട്ട് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വില്ലിന്റെയും ഹാവിന്റെയും ഇടയിൽ ചേർക്കാം. അത് കഴിഞ്ഞിട്ടല്ല, അതിന് മുമ്പല്ല. അതിന്റെ സൗമ്യ പറയുന്നു she will not have been teaching maths. Sudhina, I will not have been going to Madras. Tasni, he will not have been reading newspaper tomorrow. Ginny, I will not have been eating breakfast. Okay, എല്ലാം correct ആണ്. Yes. എല്ലാം correct ആണ്. Yes. അപ്പോ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്? ഫർസാന പറയുന്നു he will not have been back to India. Okay. അതിന്റെ അത് ഒരു ഐച്ച് വന്നിട്ടില്ല. ആ ഒരു ഭാഗത്ത് ഇല്ലാണ്ടാണ് പറഞ്ഞത്. ഓക്കെ, കറക്റ്റ് ആണ്. യെസ്. അപ്പൊ നമുക്ക് പറയാം I will not have been completing my job. Okay. ഞാൻ പെട്ടെന്ന് MU ഉണ്ടപ്പോ എന്താന്ന് വിചാരിച്ചു കേട്ടോ. യെസ്, ഓക്കെ. മൈ ജോബ്. കറക്റ്റ്. ഓക്കെ. അപ്പൊ മനസ്സിലായല്ലോ. നെഗറ്റീവ് എങ്ങനെ ശരിയാക്കണത് മനസ്സിലായി. ഒരു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും. ആ നോട്ട് സരില they will not have been completing the breakfast. കേട്ടോ, കൂടി ചേർത്ത്. യെസ്. ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ പോലെയുള്ള വാചകങ്ങളെ അതുകൂടി പരിചയപ്പെട്ടിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പൊ നമുക്കിത് ചോദ്യം ചോദിക്കണമെങ്കിൽ ഈ വിൽ എന്നുള്ള വേർഡ് അല്ലെങ്കിൽ ഷാൽ എന്നുള്ള വേർഡ് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറുന്നു? ഒരു ചോദ്യമായിട്ട് മാറുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്
എന്ന് പറയുന്ന ടെൻസിന്റെ ഒരു ചോദ്യമായിട്ട് അത് മാറുന്നത്. അപ്പൊ എങ്ങനെയാണ് അത് ചോദ്യമായിട്ട് മാറുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആ ചോദ്യം പോലെയുള്ള ഒന്നിന്റെ വാചകങ്ങൾ നമുക്ക് നോക്കാം. വിൽ ദേ ഹാവ് ബീൻ റണ്ണിങ്. വിൽ ദേ ഹാവ് ബീൻ റണ്ണിങ് ഇത് ചോദ്യമായി. വിൽ ആദ്യം വരുമ്പോൾ ചോദ്യമായി. അല്ലെങ്കിൽ വിൽ ഷീ ഹാവ് ബീൻ using it. Will she have been using it? Or will you have been waiting? W-A-I-T-A-G. Will you have been waiting here? Will you have been waiting here? Okay. Okay, നിങ്ങൾക്ക് അങ്ങനെയുള്ള വാചകങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ചോദ്യമാക്കിയാണ്. അപ്പൊ വില്ല് അല്ലെങ്കിൽ ഷാല് ആദ്യം വരുന്ന രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം. Will you have been? Will you have been doing homework? Will you have been attending English class? Will you have been completing your project? അപ്പൊ അങ്ങനെ will ആദ്യം വന്നു കഴിഞ്ഞാല് അത് എന്തായിട്ട് മാറുന്നു? That take into a question. Okay. അപ്പൊ ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതോടുകൂടി നമ്മുടെ 12 ടെൻസുകളെ കുറിച്ചുള്ള ജസ്റ്റ് പറയുന്നു. വിൽ ദേ ഹാവ് ബീൻ ബിഗിനിങ് എ ന്യൂ വർക്ക്. കറക്റ്റ് ആണ്. ഓക്കെ ജസ്റ്റ്. അപ്പൊ 12 ടെൻസുകൾ നമ്മൾ പൂർത്തിയാക്കുകയാണ്. ഓക്കെ ജിനി. വിൽ ദേ ഓക്കെ വിൽ യു ഹാവ് ബീൻ കംപ്ലീറ്റിംഗ് ജോബ്. ഓക്കെ സനില. വിൽ യു ഹാവ് ബീൻ കമ്മിങ് ടു വർക്ക്. ഓക്കെ സനില. യെസ് ജിനി. അതായത് നമുക്ക് നേരത്തെ പറഞ്ഞ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് സ്ട്രക്ചർ പറഞ്ഞില്ലേ, അതിന്റെ അകത്ത് നാം വില്ല് ആദ്യം പറഞ്ഞു കഴിഞ്ഞാല് അത് എന്തായാലും മാറുന്നു? ക്വസ്റ്റ്യൻ മാറുന്നു. വിൽ യു ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ? വിൽ യു ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ? വിൽ യു ഹാവ് ബീൻ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്? വിൽ യു ഹാവ് ബീൻ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്? Will she have been repeating mistakes? Will she have been repeating mistakes? Will ആദ്യം പറയുമ്പോൾ അത് ചോദ്യമായിട്ട് മാറും. ഓക്കെ. ഇത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു വാചകങ്ങൾ എവിടെയെങ്കിലും കാണുന്നത് will she have been dancing classical dance performance? ഓക്കെ 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 ഓക്കെ. അപ്പൊ അത് നമുക്കൊരു ഭംഗിയാക്കുകയാണെങ്കിൽ will she have been പെർഫോമിംഗ് ക്ലാസിക്കൽ ഡാൻസ്. അതിന് കുറച്ചുകൂടി സ്റ്റൈൽ കേട്ടോ. സംഗതി ശരിയാണ്, കുറച്ചുകൂടി നമുക്ക് എഡിറ്റ് ചെയ്യും. യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് വിഷയത്തോട്ട് വരാം. വിൽ യു ഹാവ് ബീൻ ഫിനിഷിംഗ് യുവർ മോർണിംഗ് ഡ്യൂട്ടീസ്? ING വിളിച്ചത് സിനി. ING. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതാണ് ഫ്യൂച്ചർ. അപ്പൊ ഇനി ഞാൻ ഒന്ന് ചുരുക്കി പറയുകയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് 12 ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ 12 ടെൻസുകളിലെ ഇംഗ്ലീഷിൽ ഒരു വാചകം എഴുതാനായിട്ട് സാധിക്കും. 12 ടെൻസുകൾ നിങ്ങൾക്ക് ഏത് സെന്റൻസ് നിങ്ങൾ എവിടെയെങ്കിലും വായിക്കുമ്പോൾ ഈ 12 ടെൻസുകൾ ഏതെങ്കിലും ഒന്നായിരിക്കും. ഞാൻ ഈ 12 ടെൻസ് ഒന്ന് ഓടിച്ചൊക്കെ പറയുന്നത്. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് വെർബിന്റെ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് വില്ല് അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബ് പ്ലസ് ING, പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ING, ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് വില്ല് അല്ലെങ്കിൽ ഷാല് ബി വെർബ് പ്ലസ് ING, present perfect subject plus has or have plus verb in the past participle, past perfect subject plus had plus verb in the past participle, future perfect subject plus will അല്ലെങ്കിൽ shall have verb in the past participle, present perfect continuous subject plus has അല്ലെങ്കിൽ have plus be plus verb plus ING, past perfect continuous subject had plus being plus verb plus ING, future perfect continuous subject plus will അല്ലെങ്കിൽ shall plus have plus be. വീടും വേണം ഫാത്തിമ. ഞാൻ തീരാൻ വേണ്ടി ഇരിക്കുകയാണ്. ഓക്കെ 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 ഓക്കെ. തരും ഞങ്ങൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഫുൾ നോട്ട് ഈ 12 നോട്ടിട്ടേ. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. പിന്നെ നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു വാക്ക് നമ്മൾ ഇതിനിടയ്ക്ക് ഒരു വാക്ക്
ഗോ എന്ന് പറഞ്ഞ വാക്കെടുത്തിട്ട് ഈ 12 ടെൻസിന്റെയും നമ്മൾ അർത്ഥം ഒന്ന് നോക്കിയെടുക്കും. ഗോ, പോകുക. നോക്കി, സിമ്പിൾ പ്രസന്റ് ആവുമ്പോ പോകാറുണ്ട് എന്നാണ് അർത്ഥം. സിമ്പിൾ പാസ്റ്റിൽ വരുമ്പോ പോയി, സിമ്പിൾ ഫ്യൂച്ചർ വരുമ്പോ പോകും, പ്രസന്റ് കണ്ടിന്യൂസ് വരുമ്പോ പോവുകയാകുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് വരുമ്പോ പോവുകയായിരുന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് വരുമ്പോ പോവുകയായിരിക്കും, പ്രസന്റ് പെർഫെക്റ്റ് വരുമ്പോ പോയി കഴിഞ്ഞിട്ടുണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്യൂച്ചർ പെർഫെക്റ്റ് വരുമ്പോ പോയി കഴിഞ്ഞിട്ടുണ്ടാകും, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോ പോയിക്കൊണ്ടേയിരിക്കുകയാകുന്നു, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോ പോയിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. ഇതാണ് അതിന്റെ ഡിഫറൻസ് വരുന്നത്. അപ്പൊ നമുക്ക് ഏത് അർത്ഥമാണോ വേണ്ടത് ആ അർത്ഥത്തിലേക്ക് ഏത് ടെൻസാണ് ഉപയോഗിക്കേണ്ടത് ആ ടെൻസ് ഉപയോഗിക്കുന്നു. പിന്നെ നമുക്ക് പോകുക എന്നുള്ളത് മാറ്റിയിട്ട് പകരം ഏതാണോ വേണ്ടത് ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നു. യെസ്. അപ്പൊ ഇനി അത് നിങ്ങൾ മനസ്സിലാക്കുക, എന്തെങ്കിലും ഒരു വാചകം എവിടെയെങ്കിലും നിങ്ങൾ കാണുമ്പോൾ, ഒരു പരസ്യം കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, നമ്മൾ പറഞ്ഞ ഈ 12 ടെൻസില് അർത്ഥം മനസ്സിലായില്ലെങ്കിൽ പൊക്കോട്ടെ, ഈ 12 ടെൻസില് ഏത് ടെൻസിലാണ് അത് വരുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചേക്കാം. ഈ 12 ടെൻസില് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ടെൻസിലേ അത് വരും. പിന്നെ അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, ചിലപ്പോ നമ്മൾ ഈ പറഞ്ഞ 12 ടെൻസിന്റെ സ്ട്രക്ചർ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ കാണുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഇത് നമ്മൾ പറയാത്തതാണല്ലോ, 12 കൂടുതലുണ്ടോ എന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം. അത് വേറെ ഒരു രീതിയാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വേറൊരു രീതിയാണ്. 12 ടെൻസ് ഫോംസേ ഉള്ളൂ. ഈ 12 ടെൻസിലെ അത് എഴുതാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ പറയാം. സനില വിയസ്, സനില. സർ, ഓ വെരി ഗുഡ്. സനില സ്ഥിരം ചെയ്യാറുള്ള ഒരു പ്രവൃത്തി പറഞ്ഞു. എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്ത് ചെയ്യാറുള്ള ഒരു പ്രവൃത്തി പറഞ്ഞു. എന്തെങ്കിലും ചായ കുടിക്കാറുണ്ടോ? കുടിക്കാറുണ്ട്. കുക്കിംഗ്. കുടിക്കാറ്. അപ്പൊ ബ്രഷ് ചെയ്യുക. ഓക്കെ സാൻജോ, കറക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ സനില പറഞ്ഞ എക്സാമ്പിൾ ഞാൻ എടുക്കണം. ഓക്കെ സാൻജോ, ശ്രദ്ധിച്ചാൽ മതി. സംഭവം ഇതാണ്, സനില എല്ലാ ദിവസവും ചായ കുടിക്കാറുണ്ട്. അപ്പൊ സനില അത് പറയുന്നു, ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ ഇൻ ദ മോർണിംഗ്. സിമ്പിൾ അല്ലേ? ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ ഇൻ ദ മോർണിംഗ്. രാവിലെ ഞാൻ ഒരു കപ്പ് ചായ കുടിക്കാറുണ്ട്. സനില, ഞാൻ ചോദിക്കുകയാണ്, ഇത് ഏത് ടെൻസിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ 12 ടെൻസില് ഏത് ടെൻസിലായിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവുക? നമ്മളൊരു 12 ടെൻസിൽ ഏത് ടെൻസിൽ ഇത് വരും? വെരി ഗുഡ്. സിമ്പിൾ പ്രസന്റ് ആണ്. എങ്ങനെ സനിലക്ക് സനിലക്ക് അത് പിടികിട്ടി? മറ്റൊന്നും കൊണ്ടല്ല. ഐ സബ്ജക്റ്റ് ആണ്, ഡ്രിങ്ക് പ്രസന്റ് ടെൻസ് ഒക്കെ പറഞ്ഞു അല്ലെ? അപ്പൊ സബ്ജക്റ്റ് വെർബിന്റെ പ്രസന്റേഷൻ വന്നു കഴിഞ്ഞപ്പോ സനിലക്ക് മനസ്സിലായി ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. യെസ്, പിടികിട്ടിയില്ലേ? ഓക്കെ, വെരി കറക്റ്റ് ആണ്. പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ഇതേ വാചകം തന്നെ നമുക്ക് വേറൊരു രീതിയിലേക്ക് അവതരിപ്പിക്കാം. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു വാചകം നിങ്ങളുടെ ശ്രദ്ധയോട് വീണ്ടും കൊണ്ടുവരിക. ഇംഗ്ലീഷില് നമ്മളൊരു വാചകം എഴുതുമ്പോൾ ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഓബ്ജക്റ്റ്, പിന്നെ മാനർ, പിന്നെ പ്ലേസ്, പിന്നെ ടൈം. ഈ ഒരു കാര്യത്തിന് ആദ്യമേ സൂചിപ്പിച്ചു. SVOMPT, സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. അപ്പൊ അതില് ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമുക്കൊരു ടെൻസ് അറിയാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റും വെർബും മാത്രം നോക്കിയാൽ മതി, മറ്റൊന്നും നോക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇനി പറയാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സബ്ജക്റ്റും വെർബും മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, ഓബ്ജക്റ്റ് കൂടി നോക്കണം. എന്തുകൂടി നോക്കണം? ഓബ്ജക്റ്റ്. അപ്പൊ എന്താണ് ഓബ്ജക്റ്റ് എന്നുള്ള കാര്യം നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നു. വാട്ട് ഈസ് മീൻ ബൈ ഓബ്ജക്റ്റ്? ഓബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ 2 ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. 2 ചോദ്യങ്ങൾ.
ഒന്ന് വാട്ട്, അടുത്തത് ഹൂ. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ലഭിക്കുന്ന ആൻസർ ആണ് ഒബ്ജക്റ്റ്. ഈ രണ്ട് ചോദ്യങ്ങളല്ലാതെ വേറെ ഏത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും ലഭിക്കുന്ന ആൻസർ ഒബ്ജക്റ്റ് അല്ല. Two questions. മറക്കാതിരിക്കാൻ, you can ask two questions. One is what, next is who. ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ഉത്തരമാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. That answer is called object. അപ്പൊ സനില, ഈ പറഞ്ഞ വാചകം കൂടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു കാര്യം പറയുന്നത്, രാമൻ പാമ്പിനെ കൊന്നു. സെന്റൻസ് പറയുന്നു, രാമൻ പാമ്പിനെ കൊന്നു. ഈ പറഞ്ഞ വാചകം സനില ഇങ്ങോട്ട് തിരിച്ചു പറയണം. തിരിച്ചു പറയുമ്പോ ആദ്യത്തെ വേർഡ് പാമ്പെന്നായിരിക്കണം. ഇത് അർത്ഥം കിട്ടണം. രാമൻ പാമ്പിനെ കൊന്നു എന്ന് പറയുന്ന അർത്ഥം കിട്ടണം. പക്ഷെ സനില പറയുമ്പോ ആദ്യത്തെ വാക്ക് എന്തായിരിക്കണം? പാമ്പെന്നായിരിക്കണം. എങ്ങനെ പറയാൻ പറ്റും മലയാളത്തിൽ? മലയാളത്തിലോ ഇംഗ്ലീഷിലോ സാർ? ഇംഗ്ലീഷിലല്ലേ? അതെങ്ങനെ ലോകേഷ്മി? Snake was killed by Raman. യെസ്, ഓക്കെ 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 ഓക്കെ, ശരി 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 ശരി. മലയാളത്തിൽ നമ്മൾ പറയണെങ്കിൽ ഇങ്ങനെ പറയാം, രാമൻ പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. വെരി ഗുഡ്. പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ അത് മനസ്സിലായി. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ അതേ വാചകത്തിലേക്ക് വീണ്ടും വരികയാണ്. അപ്പൊ ഒന്ന് എഴുതി, ഐ ഡ്രിങ്ക്, ജസ്റ്റ് ഒന്ന് എഴുതി, ഐ ഡ്രിങ്ക് a cup of tea in the morning. I drink a cup of tea in the morning. Okay. അപ്പോൾ നോക്കി, ഞാൻ ഒരു കപ്പ് ചായ രാവിലെ കുടിക്കാറുണ്ട്. അതെന്റെ ഒരു ക്യാരക്ടറാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് രണ്ടാമതൊരു കപ്പ് എനിക്ക് വേണ്ട. അപ്പൊ അത് നമ്മൾ ഡെയിലി ആക്ഷൻ. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണെന്ന് നേരത്തെ സനില പറയുകയും ചെയ്തു. ഇനി ഞാൻ സനിലയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ വാചകത്തിലെ ഓബ്ജക്റ്റ് എന്താണെന്ന് പറയാമോ? ഓക്കെ രശ്മി, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ വാചകത്തിലെ ഓബ്ജക്റ്റ് ഏതാണെന്ന് പറയാമോ? വെരി ഗുഡ്. ടീ എന്ന് പറഞ്ഞ ബാലൻസ് ഉള്ളത് ബുദ്ധിമുട്ടാവും. എ കപ്പ് ഓഫ് ടീ എന്നുള്ളത് നമുക്ക് എന്താക്കി എടുക്കാം? ഓബ്ജക്റ്റ് ആക്കി എടുക്കാം. എ കപ്പ് ഓഫ് ടീ. ഓക്കെ, ഞാൻ രാവിലെ ഒരു കപ്പ് ചായ ആരെ കുടിക്കുന്നു? ഉത്തരമില്ല. യു കൻ ആസ്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്ത് കുടിക്കുന്നു? ഒരു കപ്പ് ചായ. അപ്പൊ എ കപ്പ് ഓഫ് ടീ എന്ന് പറയുന്നതാണ് ഓബ്ജക്റ്റ്. അത് ഓബ്ജക്റ്റ് ആണ്. ഓബ്ജക്റ്റ്. യെസ്, എ കപ്പ് ഓഫ് ടീ. യെസ്. പിന്നെ അവിടെ ഇൻ ദ മോർണിംഗ് ഒരു സാധനം കിട്ടും. അതിന് ആരെ അല്ലെങ്കിൽ എന്തെന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരവില്ലത്. എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്നു, വെൻ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരമാണ് എപ്പോൾ കുടിക്കുന്നു? ഇൻ ദ മോർണിംഗ്. ഇത് നമുക്ക് പറയാൻ പറ്റും. അത് ഓബ്ജക്റ്റ് അല്ല. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? ഓബ്ജക്റ്റ് ആണ്. ഓബ്ജക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? യു ക്യാൻ ആസ്ക് ടു ക്വസ്റ്റ്യൻസ്, വാട്ട് ഓർ ഹൂ. അപ്പൊ നമുക്കിവിടെ കിട്ടി എ കപ്പ് ഓഫ് ടീ. അങ്ങനെ ഒരു സിമ്പിൾ പ്രസന്റ് ആയ ഒരു വാചകത്തെ വേറൊരു രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന വാചകത്തിന്റെ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുക. അതിനിടയിൽ ഓബ്ജക്റ്റ്, OBJECT, ഓബ്ജക്റ്റ്. അത് കഴിഞ്ഞിട്ട് പ്ലസ് ഇട്ട് ഒബ്ജക്റ്റ് പ്ലസ്. അത് കഴിഞ്ഞിട്ട് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആ. ഈസ് ഒരു സ്ലാഷ്, ആം ഒരു സ്ലാഷ്, ആ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആ. വീണ്ടും ഒരു പ്ലസ് ഇട്ട് പ്ലസ്. ഓക്കെ, പറയാം. പ്ലസ് പറയാം. വി എന്നുണ്ട്, പ്ലസ് വി എന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം ബ്രാക്കറ്റില് PP അല്ലെങ്കിൽ V3 എന്ത് എഴുതിയാലും കുഴപ്പമില്ല. PP മീൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, റെഡി. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം ഓബ്ജക്റ്റ് എഴുതുന്നു, പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുന്നു, പിന്നെ വെർബ് എഴുതുന്നു. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം V3 എന്ന് പറയുന്ന ഫോം ഉപയോഗിക്കുന്നു. യെസ്,
ഓക്കെ, എഴുതിക്കണം. ഒബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ്, ആ വെർബിന്റെ V3. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നേരത്തെ സലീല പറഞ്ഞ ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ എന്നുള്ളത് നമ്മൾ ഓബ്ജക്റ്റ് എടുത്തു, എ കപ്പ് ഓഫ് ടീ. അത് ആദ്യം എഴുതി, എ കപ്പ് ഓഫ് ടീ. എ ഒബ്ജക്റ്റ് കിട്ടി. ഇനി വേണ്ടത് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറാണ്. എന്ത് വരും സലീല? ഈസ് വരൂ, ആം വരൂ, ഈസ് വരും. എ കപ്പ് ഓഫ് ടീ ഈസ്, അത്രയും വരെ കറക്റ്റ്. ഇനി ഡ്രിങ്ക് എന്നുള്ളതിന്റെ മൂന്നാമത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണെന്ന് പറയാമോ? ഡ്രങ്ക്. ഡ്രങ്ക്, DRUNK. ഓക്കെ ഓക്കെ. അപ്പൊ എ കപ്പ് ഓഫ് ടീ ഈസ് ഡ്രങ്ക്. പിന്നെ അതിനകത്ത് ബാലൻസ് വെക്കുന്നത് ഇൻ ദ മോർണിംഗ് എന്നല്ലേ, അതുകൂടി അങ്ങോട്ട് ചേർക്കുക. ഇൻ ദ മോർണിംഗ് എ കപ്പ് ഓഫ് ടീ ഈസ് ഡ്രങ്ക് ഇൻ ദ മോർണിംഗ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാലും ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ ഇൻ ദ മോർണിംഗ് സെയിം ആണ്. എന്തുകൊണ്ടാണ്? അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇതേപോലെ എ കപ്പ് ഓഫ് ടീ ഈസ് ഡ്രങ്ക് എന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഓക്കെ അങ്ങനെ ഞാൻ വരുന്നുണ്ട്. യെസ്, എല്ലാവരും ഒരുമിച്ച് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കേണ്ട, അത് ചോദിച്ചു പറയുന്നതാണ്. യെസ്. അപ്പോ ഇങ്ങനെ എഴുതി കഴിഞ്ഞു ഇതിങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ പറഞ്ഞ 12 ടെൻസുകളിൽ പെട്ടിട്ടില്ലെന്ന് നമ്മൾ ചിന്തിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന വാചകമാണ്. ആ സിമ്പിൾ പ്രസന്റിനെ പാസീവായിട്ട്, പാസീവ് വോയിസ് ആയിട്ട് മാറ്റി എഴുതിയിരിക്കുന്നത്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആയ ഒരു വാചകത്തിന്റെ പാസീവ് വോയിസ് നമുക്ക് എഴുതണമെങ്കിൽ ആദ്യം അതിന്റെ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ കണ്ടുപിടിക്കണം. പിന്നെ വെർബ് എഴുതണം, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്, ഓക്കെ. ഇനി ഇതിന്റെ അകത്ത് ബാലൻസ് നിൽക്കുന്ന ഒരു സംഗതി ഉണ്ട്, ഒരു ഐ ഇല്ലേ, ഒരു ഐ. ഓക്കെ, ആ ഐ എന്നുള്ളത് ഇങ്ങോട്ട് എടുത്ത് എഴുതുമ്പോ ഐ എന്നാണെങ്കിൽ അതിനെ മീ എന്ന് മാറ്റണം, ME മീ എന്ന് മാറ്റണം. ഐ എന്നുള്ളതിന് പകരം അവിടെ വി എന്നായിരുന്നെങ്കിൽ അതിനെ അസ്, US അസ് എന്ന് മാറ്റണം. ഇനി അതിനും പകരം അവിടെ ദേ എന്നായിരുന്നു, THEY ദേ എന്നായിരുന്നെങ്കിൽ അതിനെ ദം എന്ന് മാറ്റണം. ഇത് മാറ്റണം, ദം എന്ന് മാറ്റണം. ഓക്കെ, യെസ്, ഇതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഇനി അങ്ങനെ മാറ്റിയതുമായിട്ട് തൊട്ട് മുന്നിൽ ഒരു BY വൈ എന്ന് ചേർത്തിട്ട് BY. അപ്പൊ കറക്റ്റിന്റെ ആൻസർ എന്ത് വരും? എ കപ്പ് ഓഫ് ടീ ഈസ് ഡ്രങ്ക് ഇൻ ദ മോർണിംഗ് ബൈ മീ. ഇങ്ങനെ എ കപ്പ് ഓഫ് ടീ ഈസ് ഡ്രങ്ക് ഇൻ ദ മോർണിംഗ് ബൈ മീ. ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്നതിന് തുല്യമാണ് ഇത്, രണ്ട് സെയിം ആണ്. അപ്പൊ ഇങ്ങനെ എവിടെയെങ്കിലും കാണുമ്പോൾ നമ്മൾ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസിന്റെ കൂടെയാണ്. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞ സബ്ജക്ട് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ING. അപ്പൊ ഇവിടെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു വാചകം കാണുമ്പോൾ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് കഴിഞ്ഞിട്ട് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അത് എങ്ങനെ എഴുതിയിരിക്കുകയാണ്? പാസീവ് വോയിസിലോട്ട് മാറ്റി എഴുതിയിരിക്കുകയാണ്. ഈ കർമ്മണി പ്രയോഗം, കർത്തരി പ്രയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മലയാളം ക്ലാസ്സിൽ, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള അതേ സംഗതി ഇംഗ്ലീഷിലോട്ട് വരുമ്പോൾ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. ഓക്കെ, പാസീവ് വോയിസിലോട്ട് മാറ്റി എഴുതിയിട്ടുള്ളതാണ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ വേറെ ഒരു എക്സാമ്പിൾ പറയുന്നു. ഇപ്പൊ സൗമ്യ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കും അല്ലെ. സൗമ്യ പറയുന്നത് ഞാൻ എല്ലാ ദിവസവും ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. സൗമ്യ പറയുന്നത് ഞാൻ എല്ലാ ദിവസവും ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. സൗമ്യ, അത് ഈ പാസീവ് വോയിസ് മോഡൽ എന്ന് പറയാൻ പറ്റും നോക്കി. ഐ കുക്ക് ബിരിയാണി എവരിഡേ എന്നുള്ളത് സൗമ്യ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ടെക്നിക്കിലൊന്ന് പറയാൻ പറ്റും നോക്കി. പറഞ്ഞു സെന്റൻസ് ഇതാണ്, ഐ കുക്ക് ബിരിയാണി എവരിഡേ. ഞാൻ എല്ലാ ദിവസവും ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. നമ്മൾ അതിന് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് ചോദ്യം ഞാൻ പറഞ്ഞു, ചോദിക്കാൻ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കും. ബിരിയാണി ഈസ്
കറക്റ്റ്. ഓക്കെ സൗമ്യ കറക്റ്റ് ആണ്. എന്തുണ്ടാക്കുന്നു? ബിരിയാണി ഉണ്ടാക്കുന്നു. അപ്പൊ ബിരിയാണി ഒബ്ജക്റ്റ് ആണ് അല്ലെ? അപ്പൊ ബിരിയാണി അത് ഒബ്ജക്റ്റ് എഴുതിയില്ല. ബിരിയാണി ഈസ് കുക്ക്ഡ് ബൈ മീ. അതിനിടക്ക് വേറെ വാക്ക് വിട്ടുപോയിട്ടുണ്ട്. ഒരു ബൈ ഏറ്റവും ലാസ്റ്റ് ചേർത്താൽ മതി. നോക്കട്ടെ, വേറെ വാക്ക് പോയിട്ടുണ്ടല്ലോ. ഒരു എവരിഡേ എടുക്കില്ല, എവരിഡേ അത് കഴിഞ്ഞിട്ട് ബൈ ചേർത്താൽ മതി. ബിരിയാണി ഈസ് കുക്ക്ഡ് എവറി ഡേ ബൈ മീ. വെരി ഗുഡ് അല്ല. അപ്പൊ ഐ കുക്ക് ബിരിയാണി എവരിഡേ എന്നുള്ളത് ബിരിയാണി ഈസ് കുക്ക്ഡ് എവരിഡേ ബൈ മീ എന്ന് പറയാം. ആ രീതിയിൽ നമുക്കത് പറയാം. അങ്ങനെയേ നമുക്കത് പറയാൻ പറ്റും. ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അങ്ങനെ എവിടെയെങ്കിലും ഈസ് അല്ലെങ്കിൽ ആമല്ലെങ്കിൽ ആറ് കഴിഞ്ഞിട്ട് വെർബിന്റെ കൂടെ ING നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഇത് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ആ സിമ്പിൾ പ്രസന്റ് ടെൻസ് വാചകത്തെ പാസീവ് വോയിസ് ആയിട്ട് അവർ എഴുതിയിട്ടുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം ഒബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതണം. ആ വെർബിന്റെ കൂടെ V3 അല്ലെങ്കിൽ PP ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കണം. ഓക്കെ, പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ കീർത്തന. ഓക്കെ സർ പറ. ഓക്കെ ഒരു സിറ്റുവേഷൻ പറയും. കീർത്തനോടാണ് പറയുന്നത് വിചാരിച്ച് എല്ലാവരോടും പറയുന്നത് വിചാരിച്ചു. രാവിലെ ഒരു കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടു. അങ്ങനെ വന്നു കഴിയുമ്പോ കീർത്തന ഭാഗത്ത് വന്ന് നോക്കി കഴിയുമ്പോ പരിചയമില്ലാത്ത ഒരാളാണ്. അപ്പൊ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു വിനോദിനെ കാണണം എന്ന് പറഞ്ഞു. കീർത്തന അകത്തേക്ക് ചെല്ലുന്നു. അകത്തേക്ക് ചെന്നിട്ട് വിനോദിനോട് പറയുന്നു നിങ്ങളെ വിളിക്കുന്നു. എന്ത് പറയുന്നു? നിങ്ങളെ യെസ്, അതൊന്നും വിളിക്കുന്നു. എത്ര മതി? നിങ്ങളെ വിളിക്കുന്നു. അക്കാരൊന്നും പോണ്ട. ഒന്നുമില്ല. ഒരു വ്യക്തി നിങ്ങളെ വിളിക്കുന്നത് അതൊന്നുമില്ല. ഒറ്റ വാക്ക് പോലും നമ്മൾ പിരിവിട്ടില്ല എന്ന് പറയില്ലേ? അതിന് നിങ്ങളെ വിളിക്കുന്നു. ഇത്രേ ഉള്ളൂ. ഇതാ നിങ്ങളെ വിളിക്കുന്നു. അതാ നമ്മളങ്ങനെ പറഞ്ഞ നിങ്ങളെ വിളിക്കുന്നത്. അത്ര നമുക്ക് മതി. നിങ്ങളെ വിളിക്കുന്നു. വിളിക്കുക എന്നുള്ളതിന് കോൾ എന്നുള്ളതിന് യു. കോളിംഗ് യു അത് പറയുമ്പോ തന്നെ തോന്നുന്നുണ്ട് കല്യാണിക്കുന്നുണ്ട് അല്ലേ? ഒന്നുകൂടി എഡിറ്റ് ചെയ്തു. ഒന്നുകൂടി എഡിറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് തീർക്കുന്നത് ആർക്കെങ്കിലും സഹായിക്കാട്ടോ? ഓക്കെ ഫർസാന. യെസ്. അപ്പൊ ഇവിടെ നമ്മൾ യു കോൾ എന്ന് ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ പഠിച്ച സാധനം കയറി വരുന്നത്. ഓക്കെ, ഞാൻ വിളിച്ചോളാം. യെസ്, ഈ പറഞ്ഞ സാധനം കയറി വരുന്നത്. അവിടെ ചെന്നിട്ട് നമ്മള് വിനോദിനോട് പറയും യു കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനോദ് വിളിക്കാറുള്ളതായി അല്ല. യു സബ്ജക്റ്റ്, കോൾ വിളിക്കുക. യു കോൾ നിങ്ങൾ വിളിക്കാറുള്ളതായി. വിനോദല്ല വിളിക്കുന്നത്, വിനോദിനെയാണ് വിളിക്കുന്നത് അല്ല. അതാണ് പാസീവ് വോയിസ്. പാമ്പല്ല കൊന്നത്, പാമ്പിനെയാണ് കൊന്നത്. പാമ്പാരെയും കൊന്നിട്ടില്ല, പാമ്പിനെയാണ് കൊന്നത് എന്ന് പറഞ്ഞ പോലെ വിനോദ് വിളിച്ചിട്ടില്ല, വിനോദിനെയാണ് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം യു ആർ കോൾഡ്. ഇതാണ് കറക്റ്റ്. ഇവിടെ ഫസ്റ്റ് നേരത്തെ യു ആർ കോൾഡ്, നിങ്ങളെ വിളിക്കുന്നു. ഇനി വിളിക്കുന്ന ആളെ വന്നിരിക്കുന്ന ആളെ കീർത്തനക്ക് പരിചയമുണ്ടെങ്കിൽ അയാളുടെ പേര് രമേശ് എന്നാണെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് പറയാം യു ആർ കോൾഡ് ബൈ രമേശ്. യു ആർ കോൾഡ് ബൈ രമേശ്. രമേശ് നിങ്ങളെ വിളിക്കുന്നു. അപ്പൊ കറക്റ്റ്.
ഈ വന്ന ആളെ നമുക്ക് പരിചയമില്ല എങ്കിൽ നമ്മൾ ആ ബൈ തൊടിക്കുള്ളതാണ് ഒഴിവാക്കി. ഉള്ള കാര്യം മാത്രം പറയുന്നു. യു ആർ കോൾഡ്, നിങ്ങളെ വിളിക്കുന്നു. യെസ്, ഇതാണ് ഇവിടെയാണ് നമ്മൾ എന്ന് പറയുന്നത് പാസീവ് വോയിസ് എന്ന് പറഞ്ഞ സംഗതി. അപ്പൊ ഇങ്ങനെയും പല കാര്യങ്ങൾ നമുക്ക് എഴുതാം. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ 12 ടെൻസ് കഴിഞ്ഞതാണ്. ആ 12 ടെൻസിനെ നോട്ട് ഞാൻ വിട്ടേക്കാം. അതിൽ എന്നോടൊപ്പം തന്നെ ഇതൊരു കാര്യം മനസ്സിലാക്കുക. സിമ്പിൾ പ്രസന്റ് ടെൻസില് അതിന് പാസീവ് വോയിസ് ആയിട്ട് എഴുതുന്നുണ്ടെങ്കിൽ ഓബ്ജക്റ്റ് എഴുതുന്നു, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുന്നു, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെയും സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഒരു സിറ്റുവേഷൻ നമുക്ക് വിശദീകരിക്കാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്തുകയാണ്. ഞാനൊരു സെന്റൻസ് ഒന്ന് മാറ്റി പറയുന്നു. ഒരു സെന്റൻസ് പറയാം. എനിക്ക് ഐ ലവ് ഹിം. I love him. I love him deeply. D-E-P-L-Y. I love him deeply. I love him deeply. Yes. Okay. സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കി. ബുക്കൊന്നും ഇല്ലെങ്കിൽ മനസ്സിലെങ്കിലും. ഓക്കെ രശ്മി. യെസ്. അപ്പൊ ഇനി ആൻസർ ജിജി ജോണി പറയൂ. ജിനി ജോണി. റിവ്യൂ പറയൂ. റിവ്യൂ. നിങ്ങൾ തെറ്റെന്ന് ചോദിച്ച് പേടിക്കേണ്ടതേ. സവിത. ഓക്കെ ഓക്കെ ഓക്കെ. ജിനി അറിയില്ല, അത് കുഴപ്പമില്ല. റെസ്പോണ്ട് ചെയ്താൽ മതി, ഞാൻ ശരിയാക്കിക്കോളാം. ഡോണ്ട് വരി. യെസ്. ഓക്കെ ഓക്കെ, നമുക്ക് റെഡിയാക്കാം. ഇപ്പൊ സവിത. ഓക്കെ ഓക്കെ. സിനി സനില. ഓക്കെ. ഐ ലവ് ഹിം ഡീപ്ലി. ഞാൻ അവനെ അഗാധമായി സ്നേഹിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിനകത്ത് ആദ്യം വേണ്ടത് ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി 2 ചോദ്യം ഞാൻ പറഞ്ഞു. എന്ത് സ്നേഹിക്കുന്നു? ഒരു ഉത്തരമില്ലാത്തില്ല. ആര് സ്നേഹിക്കുന്നു? ഉത്തരമുണ്ട്. അവനെ. കേട്ടാ, ഹിം. അപ്പൊ ഹിം എന്നുള്ളതാണ് ഓബ്ജക്റ്റ്. അപ്പൊ ഓബ്ജക്റ്റ് നമുക്ക് കിട്ടി. ഹിം. ഹിം വെച്ചിട്ട് ഒരു സെന്റൻസ് ആരംഭിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഹിം ആണെങ്കിൽ അതിനെ ഹി ആക്കുക. ഹെയർ ആണെങ്കിൽ അതിനെന്തൊക്കെ ഷീ ആക്കുക. അതൊന്ന് ശ്രദ്ധിച്ചാൽ. അപ്പൊ ഹിം എന്നുള്ളത് നമ്മൾ എന്ത് മാറ്റിക്കൊണ്ട് വന്നപ്പോ ഒരു ഹി എന്നാക്കുക. ഹി. ഓക്കെ. അപ്പൊ ഒബ്ജക്റ്റ് ഹിന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. അപ്പൊ അവിടെ ഹീയുടെ കൂടെ എന്ത്? ഈസ്. ഹി ഈസ്. അപ്പൊ അത്രയും ശരി. പിന്നെ വേണ്ടത് ലവ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അത് ഏതാണ്? ലൗഡ്. ലൗഡ്. LOVE. ലൗഡ്. ഹി ഈസ് ലൗഡ്. അത് അവിടെ നിൽക്കട്ടെ. ഇനി അതിനകത്ത് വേറൊരു വാക്ക് ബാലൻസ് നിൽപ്പില്ലേ? ഏതാണത്? ഡീപ്ലി. ഡീപ്ലി. ഹി ഈസ് ലൗഡ് ഡീപ്ലി ബൈ മീ. ഓക്കെ ജിനി, ഇപ്പൊ പിടികിട്ടിയോ? ഓക്കെ. സവിത, ഇനി ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ചോദിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ജിനി പിടികിട്ടിയോ? ഓക്കെ. സിമ്പിളാണ്. അറിയാൻ പാടില്ലെങ്കിലും പറഞ്ഞാൽ മതി. അപ്പൊ ജിന്നിനെ കൊണ്ട് ചെയ്യിപ്പിക്കും നമ്മളിത്. അതൊന്നും പേടിക്കണ്ട. നിങ്ങൾക്ക് അറിയാൻ പാടില്ല, ചമ്മലാണ്, ചിന്തിക്കല്ലേ. നമ്മളിപ്പോ ഇത്ര നാളൊക്കെ ഇനി ആ ഒക്കെ ചിന്തകളൊന്നും വേണ്ട. അറിയാൻ പാടില്ലെങ്കിൽ അവ പറയുമ്പോൾ എനിക്ക് അറിയാൻ പറ്റിയില്ല. അപ്പൊ നമ്മളത് കറക്റ്റ് ചെയ്യും. അതിന്റെ പേരിൽ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുകയോ വിഷമിക്കുകയൊന്നും വേണ്ട. അപ്പൊ 12 ടെൻസിലെ ഇംഗ്ലീഷിൽ വാചകം എഴുതാൻ പറ്റുള്ളൂ. അത് നമ്മൾ പറഞ്ഞു. ആ 12 ടെൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ 12 ടെൻസ് കൂടാതെ എവിടെയെങ്കിലും നിങ്ങൾ ഇങ്ങനെ കണ്ടാൽ അതിൽ നിന്ന് മനസ്സിലാക്കണം അത്
സിമ്പിൾ പ്രസന്റ് ആയ വാചകമാണ്. അതുകൊണ്ടാണ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് കഴിഞ്ഞിട്ട് ing വരാതെ വെർബിന്റെ മൂന്നാമത്തെ ഫോം വന്നിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഒരു വാചകം നമുക്ക് ചെയ്തു നോക്കാം. ഒരു ആളുടെ പേര് എഴുതാം. വേണു. വേണു വേണു teachers, TEACHES, teachers, teachers, Hindi, Hindi, very well, very well, WEL, very well. ഇപ്പൊ അങ്ങനെ പറയാം. വേണു ടീച്ചേഴ്സ്, ടീച്ചേഴ്സ് USS അല്ല, ടീച്ചറിന്റെ കൂടെ ടീച്ചേഴ്സ് ഹിന്ദി വെരി വെൽ. വേണു നന്നായി ഹിന്ദി പഠിപ്പിക്കുന്നു. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കി. ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം, അതാദ്യം എഴുതണം, പിന്നെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ചേർക്കണം, പിന്നെ വെർബിന്റെ പാസ്വേഡ്സ്. ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ 2 ചോദ്യങ്ങൾ ചോദിക്കാം. ആൻഡ് ആൻസർ ആയിരിക്കും ഒബ്ജക്റ്റ്. ആ 2 ചോദ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ സൗമ്യ, ഓക്കെ സമിത, സിനി. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ലക്ഷ്മി ഓക്കെ. സനില ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എവിടെ പോയിരുന്ന് പിടികെട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ സഫീറ. ഓക്കെ ജിനി. ഇപ്പൊ ശരിയായില്ല ജിനി, കറക്റ്റായില്ല. യെസ്. അപ്പൊ നമുക്ക് ആൻസറിലോട്ട് വരാം. വേണു ടീച്ചേഴ്സ് ഹിന്ദി വെരി വെൽ. എന്ത് പഠിപ്പിക്കുന്നു? ഹിന്ദി പഠിപ്പിക്കുന്നു. എന്ത്? ആൻസർ കിട്ടി, ഹിന്ദി. എങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചാലാണ് വെരി വെൽ എന്ന് പറയാൻ പറ്റുള്ളൂ. എന്തെന്നുള്ളതിന്റെ ആൻസറിൽ വെരി വെൽ വരില്ല. എന്തെന്നുള്ളതിന്റെ ആൻസറിൽ എന്ത് വരുള്ളൂ? ഹിന്ദി വരും. അപ്പൊ ഹിന്ദി നമ്മൾ ഓബ്ജക്റ്റ് ആദ്യം എഴുതി, ഈസ് എഴുതി, ഈസ്. ഓക്കെ, വെരി ഗുഡ്. ഇനി കുറച്ച് പേര് ടീച്ച് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതിയപ്പോൾ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ടീച്ചിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? TAUGHT, taught. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? TAUGHT, taught. അപ്പോ ഹിന്ദി ഈസ് taught, TAUGHT, taught. അതാണ് കറക്റ്റ്. ഹിന്ദി ഈസ് taught. ഹിന്ദി ഈസ് taught very well, very well. Hindi is taught very well, very well by വേണു. വേണു എന്നുള്ള പേരല്ലേ. അപ്പൊ വേണു എന്നുള്ള സ്ഥലത്ത് ഹീ ആയിരുന്നു, HE, ഹീ. അതായത് നമുക്കിവിടെ ഹിം എന്നാക്കി മാറ്റിട്ട് വരും. വേണു ഒരു പേരായതുകൊണ്ട് പേടിക്കേണ്ട, പേര് എഴുതുന്നത്. ഹിന്ദി ഈസ് taught very well by me. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തതിലോട്ട് കിടക്കുകയാണ്. അതിന് മുമ്പ് അപ്പൊ ഇന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് ക്രോഡീകരിച്ചാണ്. 12 ടെൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതിൽ ഈ ടെൻസിലെ ഇംഗ്ലീഷ് വാചകങ്ങൾ എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടാൽ നിങ്ങളത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവിടെ ചെറിയൊരു ഇതുണ്ട്. സിനി, മദർ എന്ന് പറയുമ്പോൾ ഒരമ്മയല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ ആറ് വരില്ല, ഈസ് വരുള്ളൂ. മദർ ഈസ് കോൾഡ്, കേട്ടോ. മദർ ഈസ് കോൾഡ്. അപ്പൊ ഈസി അറിയാം. മദേഴ്സ് ഇതാണെങ്കിൽ അത് വരുള്ളൂ. അങ്കിൾസ് അതാകുമ്പോ കറക്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. സിംഗിൾ ആണോ പ്ലൂറൽ ആണോ അതൊന്നും നോക്കാം. ഓക്കെ 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 ഓക്കെ. ഇത് ഇവിടെ കിട്ടിക്കാണുമല്ലോ. യെസ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങളുടെ ഇംഗ്ലീഷ് ഏറ്റവും ഒടുവിൽ നമ്മള്
ഇത് ഞാൻ വേറൊരു സബ്ജക്റ്റ് ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പൊ ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസും അതിനുശേഷമുള്ള പാസീവ് വോയിസിന്റെ ഭാഗങ്ങളും നീണ്ടുപോയപ്പോ അത് അതിൽ നിന്ന് വിട്ടുപോയി. യെസ്. അപ്പൊ ഞാൻ I am going to ask you some questions. All the questions, the answer start with the letter W. W എന്ന് പറയുന്ന വേർഡിൽ ആരംഭിക്കുന്ന ആയിരിക്കും നിങ്ങളുടെ ആൻസർ. ഒരു 12 ചോദ്യമുണ്ട്. ഓക്കെ, അത് ആണ് ഞാൻ കൂടി ചോദിക്കുന്നത്. ഓക്കെ 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 യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ is this a season, SCASON, a season. Rashmi, Arya, Soumya. Rashmi, Arya, Soumya. കാരണം ബാക്കിയുള്ളവർക്ക് എഴുതിയിട്ടുണ്ടോ? ഒക്കെ എഴുതിയിട്ടുണ്ട്, സനീലൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ആദ്യം വന്ന 3 പേരെ പരിഗണിച്ചപ്പോഴാണ് അങ്ങനെ വന്ന സനീല. ഓക്കെ, കറക്റ്റ് ആണ്. A season. Season means നമുക്കറിയാം പല പല വേനൽക്കാലം, ശരത്കാലം, മഞ്ഞുകാലം. വിന്റർ, വിന്റർ ഈസ് എ സീസൺ. വിന്റർ ആണ് അത്, വെതർ അല്ല, വിന്റർ, വിന്റർ. യെസ്. നെക്സ്റ്റ്, an online encyclopedia. An online encyclopedia. Rashmi, Safira, Savida. Rashmi, Safira, Savida. ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഞാൻ ആദ്യം പേരൊക്കെ എഴുതുന്നില്ല. ഓക്കെ ഓക്കെ. സ്മിത ആൻഡ് സനില കറക്റ്റ് ആണ്. വിക്കിപീഡിയ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് സിമ്പിൾ ആണ്. The termination, TERMINATION. The termination of a batsman's, BATMAN apostrophe, batsman's innings in a cricket match. Rashmi, Ginny, Farsana. Rashmi, Ginny, Farsana. Okay, okay, okay. ബാക്കിയുള്ളവർക്ക് എഴുതിയിട്ടുണ്ട്. കറക്റ്റ് ആണ്. സൗവിധ കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ടെർമിനേഷൻ എന്ന് പറയുമ്പോൾ അവിടെ വിക്കറ്റ് പോകും. യെസ്. അപ്പൊ ദാറ്റ് ഈസ് കോൾഡ് വിക്കറ്റ്. വിക്കറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനി ഞാൻ പറയുന്നത് ഒരു മീനിങ് ആണ്. നിങ്ങൾ അതിന്റെ 1 വേർഡ് പറഞ്ഞാൽ മതി. W എന്ന് പറയുന്ന ലെറ്ററിൽ ആരംഭിക്കുന്ന 1 വേർഡ് നിങ്ങൾ പറഞ്ഞാൽ മതി. മീനിങ് ഇതാണ്: ടു ടേക്ക് ബാക്ക് ഓർ ടു ടേക്ക് അവേ. To take back or take away. To take back. Rashmi, Ginny, Safira. Rashmi, ജിനി ആൻഡ് സഫീറ. സഫീറ നേരത്തെ വന്നാണ്. ഓക്കെ 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 ഓക്കെ. വിഡ്രോ, പിൻവലിക്കുക എന്നല്ലേ, പിൻവാങ്ങുക നമ്മൾ പറയാ വിഡ്രോ. നിങ്ങൾ 1-2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടും ആരെങ്കിലും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ വാക്ക് വരാറുണ്ട് എന്ന് പറയാം. പൈസ പിൻവലിക്കുക, പിന്നോട്ട് എടുക്കുക. യെസ്. ഓക്കെ 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 ഓക്കെ. യെസ്. എ ടൂത്ത്, TOOTH, a tooth in a oral cavity. A tooth in a oral cavity. Rashmi, Sini, Farsana. Rashmi, Sini, Sini alle, Sini, Gini alle, Sini, Sini, Farsana. Okay, okay, correct ആണ്, correct ആണ്. Yes. Wisdom tooth. ഒരു 25 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കൊരു പല്ല് വരാറില്ലേ? അല്ലെങ്കിൽ ഒരു 20 വയസ്സൊക്കെ ആകുമ്പോൾ ഈ ഏറ്റവും പല്ല് വരില്ല. താഴെ മുകളിൽ കയറി ഏറ്റവും വരുന്ന പല്ല്, അതിന് പറയുന്ന പേരാണ് വിസ്ഡം ടൂത്ത്. ബാക്കിയുള്ള പല്ലുകളൊക്കെ വരുമ്പോൾ നമുക്ക് പക്വത വന്നിട്ടില്ല. ഈ പല്ല് വരുമ്പോൾ നമുക്ക് പ്രായവും പക്വതയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ പറയുന്ന പേരാണ് വിസ്ഡം
2. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ആരും പറയില്ല എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞവരെയും മാർക്ക് കിട്ടിയവരെ മാത്രമല്ല, പറഞ്ഞവരെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു മീനിങ് പറയുന്നു, എന്റെ വൺ വേർഡ് പറയുന്നു. വിഡ്രോ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ വൺ വേർഡ് പറയുക. ടു സപ്രസ് or hold back. To suppress or hold back. To suppress or hold back. അപ്പോ രശ്മിക്ക് മാത്രമാണ് ഇത് ആൻസർ ഞാൻ കൊടുക്കുന്നത്. രശ്മിയുടെ ആൻസറിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. വിത്ത് ഹെൽഡ് ആണ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ രശ്മിക്ക് കൊടുക്കണം. വെരി ഗുഡ് രശ്മി, വെരി ഗുഡ്, വെരി ഗുഡ്. ഓ, അപ്പോ ജിനിയുടെ പുറകിൽ വന്നിട്ടുണ്ട്. അപ്പൊ ജിനിയെ പരിഗണിച്ചു. ജിനി ആൻഡ് സഫീറ. യെസ്, ജിനി ആൻഡ് സഫീറ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പൊ ആദ്യം പറഞ്ഞത് രശ്മിയാണ്. വിത്ത് ഹെൽഡ് ആണ് പറഞ്ഞത്, വിത്ത് ഹോൾഡ്. സപ്രസ്ഡ് അല്ല, സപ്രസ്ഡ് ആണ് പ്രസന്റേജ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അതൊന്നും കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് a measurement. ഞാൻ നേരത്തെ a സീസൺ എന്ന് പറഞ്ഞ പോലെ a measurement. രശ്മി, സൗമ്യ, സിനി. രശ്മി, സൗമ്യ ആൻഡ് സിനി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ റീത്ത, ഓക്കെ ജിസ്ന, ഓക്കെ സനില, ജിഷ്ണ. ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. A measurement that is called weight. അടുത്തത് a list of desired, DESIRED, a list of desired things or occurrences. A list of desired. Rashmi, yes. അപ്പൊ നമുക്ക് രശ്മിക്ക് കൊടുക്കാം. കറക്റ്റ് വന്നിരിക്കുന്ന ആൻസർ രശ്മി എന്നാണ്. വിഷ് ലിസ്റ്റ്. ഓക്കെ 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 രശ്മി, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് വെരി സിമ്പിൾ. എ വയർലെസ് ടെക്നോളജി യൂസ്ഡ് ടു കണക്ട് വിത്ത് ഗാഡ്. ഓക്കെ ഓക്കെ. ജിനി, സിനി, ആര്യ. ജിനി, സിനി, ആര്യ. ആര്യ നേരത്തെ വന്നിട്ടില്ല അല്ലെ? ആര്യ വന്നിട്ടുണ്ടല്ലോ. യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, അതായത് വൈഫൈ. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An opening in a wall to get air and light in. Sini, Soumya, Ginny. Sini, Soumya and Ginny. Very good, very good. Savitri ശരിയാണ്, സൂര്യ ശരിയാണ്, റീത, നെസ്റ്റ, സനില, അഭിജിത്ത്, ബേബി, രശ്മി. കറക്റ്റ് ആൻസർ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ് ആൻസർ. യെസ്. Next question. A current, CURRENT, a current of air, a current of air. Kirtana, Surya, Ginny. Kirtana നേരത്തെ വന്നിട്ടില്ല. കീർത്തന, സൂര്യ ആൻഡ് ജിനി അല്ലെ? കീർത്തന, സൂര്യ, ജിനി എന്നല്ലേ പറഞ്ഞു. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ ലാസ്റ്റ് ചോദ്യത്തിനായിട്ട് കിടക്കുകയാണ്. This is the last question. Fear of Lord is the beginning of dash. Fear of God is the beginning of dash. Worship അല്ല, വേറെ വാക്കുണ്ട്. Fear of God is the beginning of dash. Rashmi, Safira, Arya. Rashmi, Safira and Arya. Okay, 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 okay. Yes. അപ്പൊ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്.
ഇന്ന് എനിക്ക് തോന്നുന്നു ലക്ഷ്മിയാണ് നല്ല സ്കോർ ചെയ്തേക്കണം തോന്നുന്നു. യെസ്, അപ്പൊ ഞാൻ ഓരോരുത്തരുടെ മാർക്ക് പറയാം. സ്കോർ പോയിന്റ്സ് എന്ന് പറയുന്നത് ഒരു മനസ്സിലോട്ട് എടുക്കണ്ട. അപ്പൊ അതിന്റെ പേരില് ആരുടെ പേര് വന്നിട്ടുണ്ടെങ്കിൽ അത് ഭയപ്പെടാനൊന്നുമില്ല. നിങ്ങൾ കഴിവുള്ളവരൊക്കെ തന്നെയാണ്. അപ്പൊ കീർത്തന സ്കോർ ബോർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് 1. സൂര്യ സ്കോർ ബോർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് 1. സവിത സ്കോർ ബോർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് 1. ഫർസാന 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഫർസാന 2 പോയിന്റ്. സൗമ്യ 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സൗമ്യ 3 പോയിന്റ്. ആര്യക്കും 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സഫീറക്ക് 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സിനിക്കും 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ജിനിക്ക് 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ജിനിക്ക് 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. രശ്മിക്ക് 9 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 9 പോയിന്റ് വ്യക്തമായ മാർജിനാണ് നേടിയിട്ടുള്ളത്. രശ്മിക്ക് 9 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ ഞാനത് മലയാളം പോലും പറയാതെ ഇംഗ്ലീഷ് മാത്രം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് കൂടി, പിന്നെ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകും എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ ഒരു 10 മിനിറ്റിന് വേണ്ടി എടുത്തത്. ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ മനസ്സിലായില്ല. അതായത് ഫിയർ ഓഫ് ഗോഡ്, ദൈവത്തിനോട് നമ്മളൊരു ഭയം തോന്നുന്നത് നമ്മുടെ ഒരു അറിവിന്റെ ലക്ഷണമാണെന്ന് പറയുന്നത്. അറിവ് അതായത് ജ്ഞാനം, അറിവല്ല, ഈ അറിവും എന്താ പറയാ, ജ്ഞാനം എന്ന് പറയില്ലേ, പഠിച്ചു കിട്ടുന്ന അറിവല്ല. അതല്ലാതെ നമുക്കൊരു അറിവ് കിട്ടില്ല. അല്ലെങ്കിൽ കറക്റ്റ് വാക്കുണ്ട്, വിവരം എന്ന് പറയില്ല. വിവരം അതിന്റെ ഒരു ഭാഗമായിട്ടാണ് പറയുന്നത്. ജ്ഞാനത്തിന്റെ അടയാളമാണ് ബിബ്ലിക്കൽ സെൻസ് ആണ്. ഓക്കെ ശരി, കറക്റ്റ് ആണ്. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള വാചകമാണ്. ഓക്കെ അങ്ങനെയാണ്. ദൈവത്തെ ഭയപ്പെടുന്നത് ജ്ഞാനത്തിന്റെ അടയാളമാണ് എന്നുള്ളൊരു വാചകമുണ്ട്. ഓക്കെ യെസ്, വർഷിപ്പ് ആയിരുന്നതിന്റെ ആൻസർ വിശുദ്ധമായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. എന്റെ ദൈവമേ, സത്യത. വെരി ഗുഡ്. ഇങ്ങനെയുള്ള കുറെ കൊട്ടേഷൻസ് ഉണ്ട്. ഞാനത് ഒരു ദിവസം പറയാം. അതിനോടൊപ്പം തന്നെ കുറെ നല്ല സിനിമയിലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ സിനിമയിലെ ക്യാരക്ടറിന്റെ പേര് ഞാൻ പറയുന്നു, നിങ്ങൾ സിനിമയുടെ പേര് പറയും. അത് ഹിന്ദിയുണ്ട്, മലയാളമുണ്ട്, തമിഴുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അത് ഒരു ദിവസം നമുക്കത് നോക്കാം. ഓക്കെ, സോ ഇന്നത്തെ പ്രകടനം സൂപ്പർ ആയിരുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പൊ അത് നമുക്ക് ഒരു സബ്ജക്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഒരു അടുത്തൊരു പാസീവ് വോയിസിന്റെ മോഡൽ കൂടി നമുക്ക് നോക്കുകയും ചെയ്യാം. ഓക്കെ, ബൈ. ഓക്കെ കീർത്തന. ഓക്കെ, Thank you, sir. Thank you, sir. ഓക്കെ.